75 വയസ്സ് കഴിഞ്ഞാൽ ഇറച്ചിക്കടയിൽ തലപെട്ട് തൂക്കേണ്ടവരാണ് 75 വയസ്സ് കഴിഞ്ഞവർ എന്ന് പറഞ്ഞവരാരായാലും അവരാണ് ചരിത്രത്തോട് അനീതി കാണിക്കുന്നവർ, അല്ലേ? മോഡിക്ക് വയസ്സ് 70 കഴിഞ്ഞില്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന് വയസ്സ് എത്രയായിരുന്നു? പിണറായി വിജയന് വയസ്സ് എത്രയായി? ആരുടെ കുറ്റമാണോ? വയസ്സായവരല്ലേ നമുക്ക് വേണ്ടേ? മുതിർന്നവരൊക്കെ കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ. ഞാൻ ആദ്യമായ ഒരു MLA ആവുന്ന 1986 1996. ഇപ്പൊ എത്ര വർഷമായി? ഏതാണ്ട് 30 വർഷമാവുന്നല്ലേ? 32 വർഷത്തിന് മുമ്പാണ് ആദ്യമായിട്ട് MLA ആവുന്നത്. എനിക്ക് 30 വയസ്സായി ആ സമയത്ത്. 30 വർഷം കഴിഞ്ഞു. അങ്ങോട്ട് കോളേജിൽ പഠിക്കുമ്പോഴേ ഒന്നും MLA ആയില്ല. ഏറ്റവും പ്രായം കുറഞ്ഞ MLA, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ. എന്ത് പറയുക? ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുടെ സ്ഥിതി എന്തായി തിരുവനന്തപുരത്ത്? ഏതാ? പ്രീ ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കുമ്പോൾ +2 മേയറാവുക, അതൊക്കെ തെറ്റായ കാര്യമാണ്. ആ കുട്ടിയുടെ പേര് അങ്ങേയറ്റ ഭക്ഷണമായവരെ പൊതുയോഗ്യത പോലും പങ്കെടുക്കരുത്. ഒരാളെ എങ്ങനെയാണ് പൊക്കി താഴെ ഇടുന്നത് എന്നുള്ളതാണ്. അങ്ങനെയൊന്നും അല്ല. പ്രായം കുറഞ്ഞ ആളാണോ പ്രായം കൂടിയത്, നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, കഴിവുണ്ടോ, പഠനമുണ്ടോ, വിഷയമുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയായിരുന്ന രാഷ്ട്രീയ പാർട്ടി. ഇപ്പൊ അതൊക്കെ മാറി. മനസ്സിലായില്ലേ? ഇതൊക്കെ തെറ്റായ കാര്യമാണ്. കീഴ്വഴക്കം ഉണ്ടായിരുന്നു ഇവിടെ. ആ ചരിത്രത്തെയാണ് മറന്നുപോയി. ഇതെല്ലാം സംഭവിച്ചത് വലിയ ചരിത്രബോധമുണ്ടെന്ന് പറയുന്ന ബഹുമാന്യനായ പിണറായി വിജയന്റെ കാലത്താണ് ഇതൊക്കെ സംഭവിച്ചത്. അദ്ദേഹം തന്നെയാണ്, അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റപത്രമാണ് അദ്ദേഹം എനിക്കെതിരെ സമർപ്പിക്കുന്നത്. അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റപത്രമാണ്. അദ്ദേഹത്തിന് കോടതി മാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലേ? കോടതി മാറിപ്പോയി. ഇത് ശരിയല്ല. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ യോഗത്തിൽ എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ചെടുക്കുണ്ടിലോട്ട് പോയി എന്നാണ് പറഞ്ഞത്. ഞാൻ ഉറച്ച പ്രതലത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ ചെടിയുടെ അടിയങ്ങളാണ്, ഭൂമിയുടെ അടി ചെടിയുണ്ടല്ലോ. ഉറച്ച പ്രതലം. 63 വർഷം എന്തെല്ലാം പ്രതിബന്ധം ഉണ്ടായിട്ട് ഞാൻ ചെടുക്കുഴി വീണെങ്കിൽ അപ്പോഴേ എഴുന്നേറ്റിട്ടുണ്ട്. ചെടുക്കുഴിലൊക്കെ എല്ലാവരും വീടും, ആര് തെറ്റി വീഴും, അപ്പോഴേ എഴുന്നേറ്റിട്ടുണ്ട്. അതിനൊക്കെയുള്ള അടവും തന്ത്രവും ഒക്കെ എനിക്കറിയാം.